ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്പീച്ചിന്റെ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആക്ടിവിറ്റി 1. First one, in her speech, Adichia says, all these stories make me who I am. അല്ലെ, ഈ കഥകളൊക്കെയാണ് എന്നെ ഞാനാക്കിയത്. ഓക്കെ, listen to her speech on www.com and pick out the incidents, personal stories. അല്ലെ, ഇവരുടെ സ്പീച്ച് നിങ്ങൾക്ക് കേൾക്കാട്ടോ. അത് കേൾക്കാനുള്ള സാഹചര്യം നമ്മൾ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഇവരുടെ സ്പീച്ച് പോയിട്ട് കേൾക്കാട്ടോ. ഓക്കെ, അതിൽ ഒരുപാട് അവരുടെ പേഴ്സണൽ ആയിട്ട് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അവരുടെ പ്രസംഗത്തിലുണ്ട്. അവരെ സ്വയം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. One instance is given for you. The story of her childhood when she started reading at the age of 4 and writing when she was 7. അല്ലെ, അവളുടെ അതിലുള്ള ഒരു ചെറിയ കാര്യമാണ് അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള, കാരണം അവരുടെ ലൈഫിലുള്ള ഇൻസിഡൻസിലുള്ള ഒരു കാര്യമാണ് അവർ ഈ പറയുന്നത്. എന്ത്, അവര് ചെറുപ്പകാലത്ത് അവരുടെ ചെറിയൊരു 4-ാം വയസ്സ് മുതൽ അല്ലെ അവര് വായിക്കാൻ തുടങ്ങി. അതുപോലെ അവരുടെ 7-ാം വയസ്സ് മുതൽ അവര് എഴുതാൻ തുടങ്ങി. നമ്മുടെ 4-ാം വയസ്സിൽ 7-ാം വയസ്സിലൊക്കെ നമ്മൾ വല്ലതും എഴുതാറുണ്ടോ മക്കളെ? അല്ലെ, ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ 4-ാം വയസ്സ് നമ്മൾ ഇവിടെ 4 എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു LKG അല്ലെ, ആ ടൈം മുതൽ അവർ വായിക്കാൻ തുടങ്ങി, വലിയ വലിയ കഥകളൊക്കെ വായിക്കാൻ തുടങ്ങി. 7 വയസ്സായപ്പോ അവരുടെ റൈറ്റിംഗ്സ് തുടങ്ങി കേട്ടോ. ആൻസർ നോക്കാം. The story of her teenage at the age of 19 when she was in US. Her American roommate was shocked. She asked the Nigerian girl where she had learned to speak English well and was confused when she said that Nigeria happened to have English as its official language. അല്ലെ, ഇത് അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ആ സ്പീച്ചിലൂടെ കേട്ടിട്ടുള്ള മറ്റൊരു ഇൻസിഡന്റ് ആണ് ഇത്. എന്ത്, അവരുടെ ടീനേജ് ഏജിൽ 19-ാമത്തെ വയസ്സിൽ അവർ നൈജീരിയയിൽ നിന്നും US പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഹെർ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ്. അവരുടെ അമേരിക്കൻ റൂംമേറ്റ്സ് എന്തായി, ഷോക്കായി. എന്തുകൊണ്ടാണ് ഷോക്കായത്? അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നുണ്ട് എന്നത് കണ്ടപ്പോഴാണ് അവർ ഷോക്കായത്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവർ ഷോക്കായി ആൻഡ് കൺഫ്യൂസ്ഡ് ആയി. എന്തുകൊണ്ടാണ് അവർ കൺഫ്യൂസ്ഡ് ആയത്? when she said that, അവരെന്ത് പറഞ്ഞു, ഞങ്ങളുടെ ഭാഷ, ഞങ്ങളുടെ നൈജീരിയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ ഇംഗ്ലീഷ് ആണെന്ന് പറയുകൂടെ ചെയ്തപ്പോ അവരെന്ത് ചെയ്തു, അവർ കൺഫ്യൂസ്ഡ് ആയി. അല്ലെ, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടപ്പോഴും ഞങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ എന്താണ്, ഇംഗ്ലീഷ് ആണെന്ന്, നൈജീരിയക്കാരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒരിക്കലും അവർ ഇംഗ്ലീഷ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അത് ഇംഗ്ലീഷ് തന്നെയാണ് എന്ന് കേൾക്കൂടെ ചെയ്തപ്പോ അവരുടെ റൂംമേറ്റ് ഷോക്കായി. ഈ ഒരു ഇവന്റ് എന്താണ്, അവരുടെ ലൈഫിലെ ഇൻസിഡൻസ്, അവരുടെ ലൈഫിൽ നേരിട്ട് നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണ് കേട്ടോ. Then activity 2. Here are some of the techniques Adichia uses in her TED speech. Pick out the incidents from her speech. Justify the following. അല്ലെ, അവരുടെ സ്പീച്ച് വേറെ ലെവലിലോട്ട് കൊണ്ടുപോകാം. അല്ലെ, വേറെ വൈബാണ് കേട്ടോ അവരുടെ സ്പീച്ച് കേൾക്കുമ്പോൾ. അപ്പൊ അവരുടെ സ്പീച്ച് വേറെ ലെവലിലോട്ട് കൊണ്ടുപോകാൻ അവർ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവരുടെ സ്പീച്ച് കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു വൈബ് തന്നെ കിട്ടും കേട്ടോ മക്കളെ. അപ്പൊ അവരുടെ സ്പീച്ച് നമ്മൾ കേൾക്കുമ്പോൾ വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നതിന് കുറച്ച് കാര്യങ്ങളും കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ട് അല്ലെ, വെറുതെ നിന്ന് സ്പീച്ച് പറഞ്ഞേക്കല്ല കേട്ടോ. അപ്പൊ അവരുടെ സ്പീച്ചിന്റെ മനോഹാരിതയ്ക്ക് കാരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നോക്കാം. She uses repetition very effectively throughout her presentation. അല്ലെ, അവിടെ പ്രസന്റേഷനിൽ ചില റിപ്പീറ്റേഷൻസ് ഒക്കെ വളരെ മനോഹരമായിട്ട് അവർ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തത്, she tells the audience stories about her childhood in Nigeria. അതൊരു കാര്യമാണ് അല്ലെ, നമ്മൾ ഈ സ്പീച്ച് എന്ന് പറയുമ്പോൾ അതിന് കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തി പറയുമ്പോൾ വേറെ രസം. അതുപോലെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഓഡിയൻസിനോട് അവരുടെ ചൈൽഡ്ഹുഡിൽ നൈജീരിയയിൽ ഉണ്ടായിട്ടുള്ള കുറെ കഥകളൊക്കെ സ്പീച്ചിലൂടെ അവര് പറഞ്ഞു. ഷീ മെയിൻറ്റെയിൻസ് ഐ കോണ്ടാക്ട് വിത്ത് ദ ഓഡിയൻസ്. അവർ ഓഡിയൻസുമായിട്ട് ഒരിക്കലും താഴോട്ട് നോക്കി സ്പീച്ച് പറയരുത്, മേലോട്ട് നോക്കി സ്പീച്ച് പറയരുത്. ഓഡിയൻസ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ നല്ല ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അവർക്ക് അവരിങ്ങനെ ഇരിക്കാൻ തോന്നുള്ളൂ കേട്ടോ. അതുപോലെ ഹെർ സ്പീച്ച് ഈസ് സ്മൂത്ത്, കോൺഫിഡന്റ് ആൻഡ് ചാമിങ്. അവരുടെ സ്പീച്ച് എന്താണ്, വളരെ സ്മൂത്ത് ആയിരുന്നു അല്ലെ, ഇടയ്ക്കൊരു ബ്രേക്ക് ഒന്നും വരുന്നില്ലായിരുന്നു കേട്ടോ, ഒരു ബുദ്ധിമുട്ടുകൾ. അതിൽ വളരെ കോൺഫിഡന്റ് ആയിട്ടും വളരെ ചാമിങ് ആയിട്ടാണ് അവര് ആ സ്പീച്ച് പറഞ്ഞത്. ഓക്കെ, she relates her first awkward encounter with her roommate in USA. അല്ലെ, അവരുടെ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് അല്ലെ,
അവരുടെ റൂംമേറ്റ് ആയിട്ട് USA വെച്ചിട്ടുണ്ടാവുമ്പോ തുടക്കത്തിൽ അവര് ഫേസ് ചെയ്തിട്ട് ആ ഒരു ഓക്വാർഡ്നെസ് അവര് പറഞ്ഞിട്ടുണ്ട്. ഷീ ഈസ് ഏബിൾ ടു മോഡുലേറ്റ് ഹെർ വോയിസ് പ്രോപ്പർലി, അല്ലെ? മോഡുലേറ്റ് ചെയ്യാൻ പാടില്ല. അവരുടെ വോയിസ് ഇങ്ങനെ ഒരേപോലെ അല്ല, അതെങ്ങനെ സ്പീച്ച് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വോയിസ് കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ട് അത് നന്നായിട്ട് അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. ഷീ ഈസ് ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് ഓഡിയൻസ് ഇന്ററാക്ട് ചെയ്യാൻ, അല്ലെ? നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഹെർ ബോഡി ലാംഗ്വേജ് ആൻഡ് ജെസ്റ്റേഴ്സ് ആർ എക്സലന്റ്. അവരുടെ ബോഡി ലാംഗ്വേജും ജെസ്റ്റേഴ്സും, അല്ലെ? അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ നമ്മൾ കൈകൊണ്ടും കണ്ണുകൊണ്ടും കാലുകൊണ്ടും ഒക്കെ നമ്മൾ പല രീതിക്ക് കൈകൊണ്ടൊക്കെ സംസാരിക്കും. ഇതിനാണ് ജെസ്റ്റേഴ്സ് എന്ന് പറയാം കേട്ടോ. അതൊക്കെ വളരെ അടിപൊളിയായിട്ട് എക്സലന്റ് ആയിരുന്നു കേട്ടോ. ഷീ ഡസൻ ഹാവ് സ്റ്റേജ് ഫിയർ. അവർക്ക് സ്റ്റേജ് ഫിയർ ഇല്ലായിരുന്നു. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ആ സ്പീച്ച് മുഴുവനായി കേട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ സ്പീച്ചിന്റെ തുടക്കെങ്കിലും പോയിട്ടൊന്ന് കേൾക്കുക. അപ്പൊ ഇതൊക്കെ അവർക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതുപോലെ ഹെർ സ്പീച്ച് ഇസ് ഇമോഷണലി ചാർജ്ഡ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള സ്പീച്ചാണ് അവരുടെ. ഓക്കെ, ഷീ ഈസ് ഏബിൾ ടു ഹുക്ക് ദ ഓഡിയൻസ് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ഹർ സ്പീച്ച്, അല്ലെ? അവരുടെ സ്പീച്ചിന്റെ തുടക്കത്തിൽ തന്നെ ഹുക്കിട്ട് പിടിക്കുക എന്ന് പറയാനായിട്ട്, ഇങ്ങനെ കൊളത്തി പിടിക്കാൻ, അല്ലെ? അത് പറഞ്ഞാൽ എന്താ, അവർക്ക് ഓഡിയൻസിനെ ഇങ്ങോട്ട് പിടിച്ചിരുത്താനുള്ള കഴിവ് തുടക്കത്തിലേ ഉണ്ട്. അവര് ഹുക്കിട്ട് ഇങ്ങനെ പിടിക്കുകയാണ് ഓഡിയൻസിനെ കേട്ടോ. അതൊന്ന് വിപുലീകരിച്ച് പറയണം ആ പോയിന്റ്സുകളൊക്കെ. നോക്കാം. She tells the audience stories about her childhood Nigeria. We didn't have snow, we ate mangoes and we never talked about the weather, അല്ലെ? ഇത് അവരുടെ ചെറിയ ചൈൽഡ്ഹുഡിനെ കുറിച്ച് അവരുടെ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയായിരുന്നു അവര് ഓഡിയൻസിനോട് ചൈൽഡ്ഹുഡിലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അവർക്ക് മഞ്ഞില്ലായിരുന്നു, മാംഗോസാ കഴിക്കാറുണ്ടായിരുന്നു, വെതറിനെ കുറിച്ച് അവർ സംസാരിക്കാറില്ലായിരുന്നു. അടുത്തത്, ഷീ മെയിൻറ്റെയിൻസ് ഐ കോണ്ടാക്ട് വിത്ത് ദ ഓഡിയൻസ്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കാം. ഹിസ് മദർ ഷോവഡ് ആസ് എ ബ്യൂട്ടിഫുള്ളി പാറ്റേൺഡ് ബാസ്ക്കറ്റ് ഓഫ് ഡൈഡ് റാഫിയ ആൻഡ് ഹിസ് ബ്രദർ ഹാഡ് മെയ്ഡ്, അല്ലെ? അവരുടെ ബ്രദർ മെയ്ഡ് ചെയ്ത അടിപൊളി ബാസ്ക്കറ്റ് അത് ചെയ്തപ്പോൾ അവരിങ്ങനെ തരിച്ചു നിൽക്കുന്നു. ഇത് ഈ സമയത്ത് അവര് ഓഡിയൻസ് ആയിട്ട് നല്ല ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹെർ സ്പീച്ച് ഇസ് സ്മൂത്ത് ആൻഡ് കോൺഫിഡന്റ് ആൻഡ് ചാമിങ്, അല്ലെ? അവരുടെ സ്പീച്ച് എന്താണ്? സ്മൂത്ത് ആണ്, കോൺഫിഡന്റ് ആണ്, ചാമിങ് ആണ്, അല്ലെ? നോക്കാം, സാഹചര്യം നോക്കാം. There was no possibility of African being similar to her anywhere, no possibility of feelings more complex than pity, no possibility of connection as a human equals, അല്ലെ? എന്താണ്? ഒരു സാധ്യതയും ഇല്ല ആഫ്രിക്കക്കാർക്ക് അവരെ പോലെ ആവാൻ, ഒരു സാധ്യതയും ഇല്ല. അതുപോലെ അവരോട് തോന്നുന്ന എന്താണ്? ദയ എന്ന് പറയുന്ന ഒരു ഇമോഷൻ അല്ലാതെ വേറൊരു ഇമോഷനും ആഫ്രിക്കക്കാരോട് തോന്നാനുള്ള സാധ്യതയില്ല. ഒരു രീതിക്കുമുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു സമത്വത്തിനുള്ള ഒരു സാധ്യതയും തന്നെ ഇല്ല എന്ന് പറയുന്നിടത്തൊക്കെ മക്കളെ നല്ല കോൺഫിഡന്റ് ആൻഡ് ചാമിങ്, സ്മൂത്ത്. ഓക്കെ, then she relates her first awkward encounter with her roommate in USA വെച്ചിട്ടുള്ള അവിടെ റൂംമേറ്റും ആയിട്ടുള്ള ആ എൻകൗണ്ടർ, അല്ലെ? അതെങ്ങനെയാണ്? ആൻസർ, ഷി വാസ് ഇൻ 19, മൈ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ് ബൈ മീ, അല്ലെ? ഇനി ബാക്കി നിങ്ങൾക്ക് അവിടെ ആ ടെക്സ്റ്റ് ബുക്ക് ഇവന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അവിടെ അമേരിക്കയിലുള്ള അവരുടെ ലേഡി ഇവരുടെ പെരുമാറ്റം കണ്ടിട്ട് ഷോക്കായി. കാരണം ഇവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു, അതുപോലെ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് അറിയുകയും അവരുടെ ട്രൈബൽ മ്യൂസിക് കേൾപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ കേൾപ്പിച്ച മ്യൂസിക് കേട്ടിട്ട് അതിലും ഷോക്കായി പോവുകയാണ് ചെയ്തത് കേട്ടോ. Then she is able to hook the audience from the very beginning of the speech, അല്ലെ? തുടക്കത്തിൽ തന്നെ, സ്പീച്ചിന്റെ തുടക്കത്തിൽ തന്നെ ഓഡിയൻസിനെ അവിടെ ഇങ്ങോട്ട് ഹുക്ക് ചെയ്തിരുത്താനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. നോക്കാം. I am a storyteller and I would like to tell you a few personal stories about what I like to call the danger of a single story. എന്താണ്? ഞാനൊരു കഥ പറയുന്ന വ്യക്തിയാണ്, ഒരു കഥ പറയലാരെയാണ്, അല്ലെങ്കിൽ ഒരു കഥാകാരിയാണ്. അത് മാത്രമല്ല ഞാൻ നിങ്ങളോട് എന്റെ കുറെ പേഴ്സണൽ ആയിട്ടുള്ള, അല്ലെ, എന്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള? ഞാൻ സിംഗിൾ സ്റ്റോറിയുടെ അനർത്ഥം, അല്ലെ, ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് ഞാൻ അഭിസംബോധന ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്, അല്ലെ, ഞാൻ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്കുള്ള കുറച്ച് പേഴ്സണൽ കഥകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ പേഴ്സണൽ കഥ കേൾക്കാന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം, അല്ലെ മക്കളെ? ഉണ്ടാക്കി പറയുന്ന കഥകളായിട്ടും കൂടുതൽ സ്വന്തം അനുഭവങ്ങളിലുള്ള കഥകളാകുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ഒന്നും കൂടെ എഫക്റ്റീവ് ആണ്, അല്ലെ? അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ തുടക്കം തന്നെ മതി ആളുകളെ ഹുക്ക് ചെയ്തിരുത്താനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് സ്പീച്ചിലൂടെ. ക്ലിയർ?
Then activity 3. Critically analyze the speech of the Chimamanda Ngozi Adichie. Discuss the danger of a single story in the perceiving people and even the world. അല്ലെ prepare a write-up based on the point of your discussion. അല്ലെ അപ്പൊ നിങ്ങൾ ആ സ്പീച്ചില് അവരുടെ ആ ഒരു ഈ ചിമമാണ്ട ഗോസി അഡിച്ചിയയുടെ സ്പീച്ചില് അവരെന്ത് ചെയ്യുന്നുണ്ട്, സിംഗിൾ സ്റ്റോറിയുടെ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയും അതുപോലെ ഈ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവന്റ്സുകളൊക്കെ അവർ പറയുന്നുണ്ട്. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കാം. Any single story creates stereotype convention. അല്ലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സിംഗിൾ സ്റ്റോറിയും എന്താണ് മക്കളെ, ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കൺവെൻഷൻ ആണ് തരാം അല്ലെ. ഒരേപോലെയുള്ള ഇമേജ്, ഒരേപോലെയുള്ള കഥകൾ മാത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. To get a clear understanding of anything, whether it be book, person or even, we must have a assessed and analyzed the thing very critically. അല്ലെ നമ്മളൊരു ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിൽ നിന്നോ ഒരു കാര്യം അറിയുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം, അത് അതേപോലെ ഒരു സിംഗിൾ സ്റ്റോറിയെ പോലെ നമ്മൾ അത് ബിലീവ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, അത് നല്ലോണം ഇവാലുവേറ്റ് ചെയ്ത് നല്ലോണം അത് അനലൈസ് ചെയ്യണം, നല്ലോണം ക്രിട്ടിക്കലി നമ്മൾ അതിനെ നല്ല പോലെ വീക്ഷിക്കണം. ഓക്കെ. സ്റ്റീരിയോടൈപ്പ് വിഷൻസ് ഗിവ് അസ് ഓൺലി വൺ സൈഡ് ഓഫ് ദ ഇഷ്യൂ. അല്ലെ കാരണം എന്താണ് മക്കളെ, സ്റ്റീരിയോടൈപ്പ് വിഷൻസ് നമുക്ക് എന്ത് മാത്രമേ തരുന്നുള്ളൂ, ഒരു സൈഡ് മാത്രം, ഒരു ഇഷ്യൂവിന്റെ ഒരു സൈഡ് മാത്രം നമുക്ക് കാണിക്കുന്നുള്ളൂ. സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുമ്പോൾ ദർ ആർ ഇൻകംപ്ലീറ്റ്. അതെന്താണ്, ഇൻകംപ്ലീറ്റ് ആണ്, അത് പൂർണ്ണമല്ല. ഓക്കെ. അഡിച്ചിയ ദ നൈജീരിയൻ റൈറ്റർ ഇല്ലുസ്ട്രേറ്റ് ദിസ് ഇഷ്യൂ ഇൻ ഡീറ്റെയിൽ. അല്ലെ നമ്മുടെ നൈജീരിയൻ റൈറ്റർ ഈ ഒരു വിഷയം അല്ലെ, ഈ പൂർണ്ണമല്ലാത്ത ഈ സ്റ്റീരിയോ ടൈപ്പ് സ്റ്റോറിയെ കുറിച്ചുള്ള ഒരു സിംഗിൾ സ്റ്റോറിയുടെ ഈ ഡേഞ്ചർ അവസ്ഥ വളരെ വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. The Europeans have the notion that the African and Asians do not know English. അല്ലെ യൂറോപ്പിലെ ആളുകൾക്ക് ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു അല്ലെ. യൂറോപ്പിൽ പറഞ്ഞാല് യൂറോപ്യൻസ് ഉണ്ടല്ലോ, നമ്മളെ റഷ്യ അല്ല ബ്രിട്ടീഷുകാരുണ്ടല്ലോ, അമേരിക്കൻകാര്, ഇവർക്ക് ഒരു ചിന്താഗതി ഉണ്ടായിരുന്നത് എന്താ വെച്ചാല് ആഫ്രിക്കൻ ഏഷ്യൻസ് അല്ലെ, ആഫ്രിക്കക്കാരും ഏഷ്യക്കാരും അല്ലെ, നമ്മളെ ഇതിലെ മക്കളെ നമ്മളൊക്കെ ഏഷ്യൻസിലാണോ അല്ലെ. അപ്പൊ ആഫ്രിക്കക്കാരും ഏഷ്യൻസ്കാർക്കും ഒന്നിനും കഴിയില്ല, അവർക്ക് ഇംഗ്ലീഷും കഴിയില്ല, അവർക്ക് വിദ്യാഭ്യാസവും ഇല്ല, അവർക്ക് ഒന്നിനും കഴിയില്ല എന്നുള്ളൊരു ചിന്താഗതി ഈ യൂറോപ്യൻസിന് ഉണ്ടായിരുന്നു അല്ലെ. So Adichie's American roommate was really surprised to hear the fluent stylistic English that Adichie spoke. So അതുകൊണ്ട് തന്നെ അഡിച്ചിയയുടെ അമേരിക്കയിലുള്ള റൂംമേറ്റ്സ് അത് കേട്ടപ്പോൾ സർപ്രൈസ്ഡ് ആയി. എന്ത് കേട്ടപ്പോൾ? ഫ്ലുവന്റ് സ്റ്റൈലിസ്റ്റിക് ഇംഗ്ലീഷ് ദാറ്റ് അഡിച്ചിയ സ്പോക്ക്. അല്ലെ നല്ല ഫ്ലുവന്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റൈൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് അഡിച്ചിയ പറഞ്ഞപ്പോ അവരുടെ റൂംമേറ്റ് ഷോക്കായി പോയി. And she could not imagine an African liking the songs of the Mariah Carey. അല്ലെ അവരൊരിക്കലും മരിയ കറയുടെ ഒരിക്കലും അവർ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു സോങ് ഒരിക്കലും ആഫ്രിക്കക്കാർക്ക് ഉണ്ടാവുമെന്ന് ചിന്തിച്ചില്ല. ദിസ് ഈസ് എ യൂണിവേഴ്സൽ തിങ് ദാറ്റ് വി പാസ് ദ ജഡ്ജ്മെന്റ് ഓൺ ദ അതേഴ്സ് ആഫ്റ്റർ പാർഷ്യൽ ഇവാലുവേഷൻ. ഇതാണ് ആ യൂണിവേഴ്സൽ ആയിട്ടുള്ള ആ സത്യം. എന്താണ്? വി പാസ് ദ ജഡ്ജ്മെന്റ് ഓൺ അതേഴ്സ് ആഫ്റ്റർ പാർഷ്യൽ ഇവാലുവേഷൻ. അല്ലെ ഒരു പാർഷ്യൽ ഇവാലുവേഷൻ ചെയ്യുക അല്ലെ, ഒരാളുകളെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ഒരു ധാരണ, ഒരു സൈഡ് മാത്രം കേട്ടിട്ടുള്ള ഒരു വേർതിരിവോട് കൂടിയിട്ടുള്ള ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ക്യാൻ ബി ലെഡ് ടു എറേനിയസ് കൺക്ലൂഷൻ. ഇങ്ങനെയുള്ള ഇവാലുവേഷൻ, ഇങ്ങനെയുള്ള ഒരു സൈഡ് മാത്രമുള്ള ഒരു പാർഷ്യാലിറ്റിയോട് കൂടിയുള്ള ഒരു വിലയിരുത്തല് എന്തിലോട്ട് നയിക്കും മക്കളെ? ഒരു തെറ്റായ കൺക്ലൂഷനിലോട്ട് അല്ലെ നമ്മളെ നയിക്കും. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ടു മെനി ഓഫ് us. അല്ലെ ഇത് തന്നെയാണ് നമുക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങളിലും നമുക്കിടയിലും സംഭവിക്കുന്നത്. We hear just one thing about a person, about a country. നമ്മൾ എപ്പോഴും ഒരാളുടെ ഒരു സൈഡ് അങ്ങ് കേൾക്കും, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. We don't hear the other things about him or the country. നമ്മൾ ഒരിക്കലും ആ രാജ്യത്തിന്റെ മറ്റൊരു സൈഡിനെ കുറിച്ച് കേൾക്കാറില്ല. ഇതൊരു സത്യമല്ലേ? നമ്മളിപ്പോ പല രാജ്യത്തും നമ്മള് അവിടെ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ആ രാജ്യം ഫുള്ള് യുദ്ധമാണ്. അല്ല, അതിനൊരു സൈഡ് സമാധാനമായിട്ട് ജീവിക്കുന്നവരുണ്ട് അല്ലെ. അതിപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ബോംബ് സ്ഫോടനം, കണ്ണൂർ എന്ന് പറയുമ്പോഴത്തിന് അവിടെ സ്ഫോടനം മറ്റു കാര്യങ്ങൾ, ഇങ്ങനെ ഒരു ധാരണയുണ്ട് അല്ലെ. പക്ഷെ അവിടെ വളരെ മനോഹരമായിട്ടുള്ള വളരെ സ്നേഹം നിറഞ്ഞിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു ജില്ലയും കൂടെയാണത്. അത് നമ്മൾ നോക്കുന്നില്ല, അതിന്റെ മറ്റേ സൈഡ് ചിലപ്പോൾ ആളുകൾ കാണുന്നില്ല അല്ലെ. ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ.
അപ്പോ കുട്ടനാട് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടനാട്, ആലപ്പുഴ കുട്ടനാട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം എന്താ? കുറേ വെള്ളം അല്ലെ? ആ വെള്ളത്തിൽ ഇങ്ങനെ തോണിയിലൂടെ കയറിയിട്ട് അതിന്റെ അടുത്ത് ഇങ്ങനെ കുറെ വീട്, മഴ അങ്ങ് പെയ്യുമ്പോൾ ആ വീട്ടിൽ വെള്ളം കയറുന്നു, ഇങ്ങനെയുള്ള ചിന്തയുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്കും ഉണ്ട് പല വമ്പൻ ടൗണുകൾ ഉണ്ട് അവർക്ക് ആലപ്പുഴയിൽ അല്ലെ. നല്ല വമ്പൻ ടൗണുകൾ, വമ്പൻ സിറ്റികൾ, അടിപൊളിയായിട്ട് നമ്മളിവിടെ ഉള്ളത് പോലെ തന്നെ അടിപൊളി കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട്. പക്ഷെ ആ സൈഡ് നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ല, ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു സൈഡും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് വലിയ വലിയ ടൗണുകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. സോ വി ഡോണ്ട് ഹിയർ ദ അതർ തിങ്സ് അബൌട്ട് ഹിം ദ കൺട്രി അല്ലെ. അപ്പോ നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റീരിയോടൈപ്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇനിയും എഴുതാം കേട്ടോ. Let's find out how language elements work. Activity 1 അല്ലെ നോക്കാം. Consider the following sentence from the story. The best investment I ever made അല്ലെ. Excuse me doctor, I wonder if I might introduce myself അല്ലെ. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിലുള്ള ഡയലോഗാണ്. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ എന്താവുന്നു, അത്ഭുതപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം അല്ലെ. ദിസ് ഇസ് എ വെരി ഫോർമൽ വേ ഓഫ് ദ ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ് അല്ലെ. വളരെ ഫോർമൽ ആയിട്ട് ഒരു ഇൻട്രൊഡ്യൂസിങ് അല്ലെ. ഫോർമലും ഇൻഫോർമലും ഉണ്ട് അല്ലെ. വളരെ ഔദ്യോഗികമായിട്ട് നമ്മൾ ഒരാളോട് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർമൽ എന്ന് പറയാം അല്ലെ. അത് നമുക്ക് വളരെ അടുപ്പമുള്ള വ്യക്തിയൊന്നും ആവില്ല ചിലപ്പോ അല്ലെ. നമ്മുടെ ടീച്ചേഴ്സ്, ഓഫീസിലുള്ള ആളുകൾ, മാനേജറോട് ചോദിക്കുക അല്ലെ. അതുപോലെ വലിയ വലിയ പ്രൈം മിനിസ്റ്റർ, അതുപോലെ ഓഫീസേഴ്സ്, പോലീസ്, ഇങ്ങനെയുള്ള ജഡ്ജിമാർ, ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഫോർമൽ ആയിട്ടാണ് സംസാരിക്കുക അല്ലെ. നമ്മുടെ അമ്മമാരോട്, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇൻഫോർമൽ ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇവിടെ ഫോർമലിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോ കംപ്ലീറ്റ് ദ ടേബിൾ ഫോളോയിങ് വിത്ത് ദ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എക്സ്പ്രഷൻ വെനെവർ നെസസറി അല്ലെ. ഫോർമലും ഇൻഫോർമലും വരുന്നുണ്ട്. ഫോർമൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞതുപോലെ ഒരു മാനേജറോടൊക്കെ സംസാരിക്കുന്നത് പോലെ അല്ലെ. മാനേജറോട് സംസാരിക്കുക, പോലീസിനോട് സംസാരിക്കുക, ഇതൊക്കെ ഓർത്ത് വെക്കാനായിട്ട്. ചില ആളുകൾക്ക് എപ്പോഴും ഫോർമൽ ഇൻഫോർമൽ ഇപ്പോഴും തെറ്റും. പോലീസ്, ജഡ്ജ്, ഇങ്ങനെ വലിയ വലിയ ആൾക്കാരെയൊക്കെ ഓർത്ത് വെച്ചോളൂ. ഇവരോടൊന്നും പോയി നമ്മൾ എന്തായാലും കമ്പനിയായിട്ട് വർത്താനം പറയില്ലല്ലോ അല്ലെ. അപ്പൊ മാനേജറോ അങ്ങനെ അതേപോലെ പോലീസ്, ജഡ്ജ്, ഇവരൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഫോർമൽ എന്ന് പറയുമ്പോൾ. ഫോർമൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ വലിയ പോലീസുകാരനെ ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടാം എന്തായാലും കമ്പനിയായിട്ട് വർത്താനം പറയുന്നതല്ല ഫോർമൽ എന്നുള്ളത്. അവരോടൊക്കെ വളരെ അങ്ങേറ്റം റെസ്പെക്ട്ഫുള്ളി ആയിട്ടാണ് സംസാരിക്കുക അല്ലെ. ഇനി ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള മറ്റൊരു, ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കാനുള്ള ഒരു മാർഗം എന്താ വെച്ചാല്, ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാനുള്ള മാർഗം നമ്മുടെ മദറിന് ഓർക്കുക. മദർ ഇൻഫോർമൽ, മദർ ഇൻഫോർമൽ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ അമ്മമാരോട് നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇല്ല. അവർ നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ സ്വന്തം. നമ്മൾ ഒരിക്കലും ഇൻഫോർമൽ ആയിട്ടൊന്നും സംസാരിക്കാറില്ല അല്ലെ. നമ്മൾ അമ്മമാരോടൊക്കെ വെള്ളം എടുത്തുകൊണ്ടിരാനൊക്കെ പറയുമ്പോൾ എങ്ങനെയാ ഫോർമൽ ആയിട്ട് സംസാരിക്കില്ല. നമ്മളെപ്പോഴും ഇൻഫോർമൽ ആയിട്ടാ. അപ്പൊ ഫോർമലും ഇൻഫോർമലും ഓർത്ത് വെക്കാനുള്ള ഒരു ഐഡിയ കേട്ടോ ഞാൻ പറഞ്ഞത്. ഫോർമൽ എന്ന് പറയുമ്പോൾ പോലീസിനും ജഡ്ജിനെയൊക്കെ ഓർക്കുക. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മമാരെ ഓർക്കുക. ഓക്കെ. അപ്പൊ ഇവരോട് രണ്ടുപേരോടും പെരുമാറുന്ന രീതിയാട്ടോ. ലാംഗ്വേജ് ഫങ്ഷൻസ് ഫോർമൽ, ഇൻഫോർമൽ. മേക്ക് എ റിക്വസ്റ്റ് അല്ലെ. ഒരാളോട് ഫോർമൽ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. എനിക്ക് നിങ്ങളോടൊരു വാക്ക് സംസാരിക്കണം എന്നുണ്ട്. ഓക്കെ. ഇത് ഇൻഫോർമൽ ആണ്. നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പോയിട്ട് പറയണം ഐ വാണ്ട് ടു ടോക്ക് ടു വിത്ത് യു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ആ വ്യത്യാസം ഉണ്ട് അല്ലെ. ആ ഇതിൽ വ്യത്യാസം ഭയങ്കര ഫോർമൽ ആണ്, ഇതോ ഇൻഫോർമൽ ആണ്. ഐ വാണ്ട് ടു ടോക്ക് വിത്ത് യു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെ പറയുന്നത്? ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടും എളിമയുമാണ് ഇതിലൂടെ കിട്ടുന്നത്. ഓക്കെ. അപ്പോ ഫോർമുല ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു, എനിക്ക് നിങ്ങളോട് ഒരു വാക്ക് സംസാരിക്കാനുണ്ട്. മറ്റേത് എന്താണ്? ഐ വാണ്ട് ടു ടോക്ക് വിത്ത് യു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ, ഫോർമലും ഇൻഫോർമലും. ദെൻ അടുത്തത് ഓഫറിങ് ഹെൽപ്പ്. ഒരാൾക്ക് സഹായം കൊടുക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നാണ് ഈ ഒരു അർത്ഥം വരുന്നത്. ഇതോ ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളെ സഹായിക്കാം. അത് ഇൻഫോർമൽ. ക്ലിയർ? ദെൻ ഗിവിംഗ് അഡ്വൈസ്, ഉപദേശം കൊടുക്കാം. യു വുഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ അല്ലെ. ഒരു ഡോക്ടറെ കാണിച്ചാൽ നന്നായിരിക്കും. ഓക്കെ. ഇവിടെയോ
കൺസൾട്ട് എ ഡോക്ടർ ടുഡേ, ഇന്നൊരു ഡോക്ടറെ പോയിട്ട് ഇന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണണം അല്ലെ. ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലെ അച്ഛന്മാരോട് അമ്മമാര് മക്കളോടൊക്കെ സംസാരിക്കുന്നത് ഈ ഇൻഫോർമൽ രീതി. ഇതിപ്പോ ഒരു അച്ഛന് മകനോട് പറയാം, നിനക്ക് ഇന്നൊരു ഡോക്ടറെ പോയി കാണിച്ചാൽ കൊള്ളാമായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുമോ നമ്മളോട് വീട്ടിലുള്ളവർ? ഇല്ല. കൺസൾട്ട് എ ഡോക്ടർ ടുഡേ, പോയി ഇന്നൊരു ഡോക്ടറെ പോയി കാണും, ഇത്രയല്ലേ പറയുള്ളൂ. അതാണ് ഇൻഫോർമൽ. ക്ലിയർ? ദെൻ ആസ്കിംഗ് ഫോർ പെർമിഷൻ അല്ലെ, അനുവാദം ചോദിക്കാം, പെർമിഷൻ ചോദിക്കാം, അനുവാദം ചോദിക്കാം. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ യുവർ പെൻ അല്ലെ, നിന്റെ പേന എനിക്കൊന്ന് തരാമോ, അതിന് നിനക്കൊരു മൈൻഡ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള രീതിയിലോട്ട് ചോദിക്കാണ്. അത്രത്തോളം ഇതിന് മീനിങ് ഇല്ല. നിന്റെ പേന എനിക്കൊന്ന് തരാമോ, നിന്റെ പേന എനിക്കൊന്ന് തരുമോ, ഒന്ന് അനുവദിക്കുമോ, നിന്റെ പേന എനിക്കൊന്ന് തരുമോ എന്ന് വളരെ ഫോർമലായിട്ട് ചോദിക്കാണ്. ഇനി നമ്മൾ നമ്മുടെ ഒരു സിസ്റ്ററിനോടോ ഫ്രണ്ടിനോടൊക്കെ ആ പേന, നിന്റെ പേന ഒന്ന് തരുമെന്ന് എങ്ങനെ ചോദിക്കുക? ക്യാൻ ഐ ഹാവ് എ പെൻ അല്ലെ, എനിക്ക് പേന ഒന്ന് എടുത്തു തരൂ. ക്യാൻ ഐ ഹാവ് എ പെൻ, എനിക്ക് പേന ഒന്ന് തരുമോ? നമ്മൾ ഇത്രേ ചോദിക്കാറുള്ളൂ അല്ലെ. നമ്മളെ ഫ്രണ്ട്സിനോടും നമ്മളെ വീട്ടിലും നമ്മുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സിനോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുള്ളൂ. ഇൻഫോർമൽ ആയിരിക്കും അല്ലെ. ക്യാൻ ഐ ഹാവ് എ പെൻ, എനിക്കൊരു പേന തരാമോ അല്ലെ. നമ്മളൊരു ഓഫീസിലൊക്കെ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഓഫീസിന് മുമ്പിൽ നിൽക്കുന്ന പോലീസൊക്കെ നമ്മളോട് പറയും, ഇവിടെ സൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ പേന ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമ്മൾ ഈ ചെയ്തൊക്കെ ചോദിക്കാതെ അവരോട് നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കുക അല്ലെ. വലിയൊരു പോലീസിനോടൊക്കെ നമ്മൾ പേന പോയി ചോദിക്കുമ്പോഴാ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെയൊക്കെ അങ്ങ് എഫക്റ്റ് ആവും കേട്ടോ. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ യുവർ പെൻ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോ ഇത് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ. ക്ലിയർ? ദെൻ ആസ്കിങ് ഫോർ ഡയറക്ഷൻ അല്ലെ, ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് അല്ലെ, വഴി ചോദിക്കാണ് കേട്ടോ. വിൽ യു പ്ലീസ് ഷോ മീ ദ വേ ടു ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ പോകുന്ന വഴി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്നുള്ളൊരു ചോദ്യം കേട്ടോ. വിച്ച് റോഡ് ലെറ്റ്സ് ടു ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലുള്ള റോഡ് ഏതാണ്? വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. അത് ഇൻഫോർമൽ ആണ്, ഇത് ഫോർമൽ ആണ്. ദെൻ ഗിവിംഗ് ഓപ്ഷൻ അല്ലെ, ഓപ്ഷൻ പറയുകയാണ്. എങ്ങനെ? അത് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യാം അല്ലെ, അത് ചെയ്യാൻ നിനക്ക് ബെറ്റർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ല അത് കേട്ടോ. ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് റെസ്റ്റ് ടുഡേ, ഇന്നത്തെ ദിവസം നിനക്ക് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അല്ലെ. ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ടേക്ക് റെസ്റ്റ് അല്ലെ. ഇൻഫോർമൽ ആകുമ്പോ എന്താ, വേറെ വർത്താനം പറയുന്നില്ല, നേരിട്ടാണ് ടേക്ക് റെസ്റ്റ്, റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ. ദെൻ അഗ്രീയിങ്, നമ്മൾ ഒരു കാര്യത്തോട് എഗ്രി ചെയ്യാം. ഐ ഡു അഗ്രി വിത്ത് യു, ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കുന്നു. ഐ എം എഗ്രീയിങ് അല്ലെ, ഞാൻ യോജിക്കുന്നു, അത്ര പറഞ്ഞാൽ മതി അല്ലെ. നമ്മളിപ്പോ വീട്ടിലൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഉമ്മാരോ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒക്കെ വർത്താനം, ഫ്രണ്ട്സ് ഒക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ അവൻ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ പറയേണ്ടത്? ഇത്രമാത്രം പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഐ എം എഗ്രി, ഞാൻ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഫോർമൽ ആകുമ്പോ ഐ ഡു എഗ്രി വിത്ത് യു എന്ന് പറയും കേട്ടോ. ക്ലിയർ? ദെൻ ഡിസഗ്രി ആണ് കേട്ടോ, നമ്മുടെ യോജിപ്പില്ലായ്മ അറിയിക്കുകയാണ്. എക്സ്ക്യൂസ് മീ വി ഡിസഗ്രി വിത്ത് യു അല്ലെ. ഒന്നും കൂടെ, എക്സ്ക്യൂസ് മീ വി ഡിസഗ്രി വിത്ത് യു, ഡോണ്ട് മൈൻഡ്, എക്സ്ക്യൂസ് മീ ഡോണ്ട് മൈൻഡ്, ഡോണ്ട് മൈൻഡ് ഒന്നും കൂടെ ആഡ് ചെയ്യാം കേട്ടോ, നമ്മളെ ഫോർമൽ അല്ലേ. അപ്പം എക്സ്ക്യൂസ് മീ ഡോണ്ട് മൈൻഡ് വി ഡിസഗ്രി വിത്ത് യു, ഒന്നും തോന്നരുത്, ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല. ഓക്കെ. പക്ഷെ ഇവിടെ എങ്ങനെയാ? വി കനോട്ട് അക്സെപ്റ്റ് വാട്ട് യു സെഡ്, നമ്മൾ സ്ട്രോങ് ആയിട്ട് അങ്ങ് പറയുകയാണല്ലോ മക്കളെ. ഇൻഫോർമൽ ആകുമ്പോൾ വി കനോട്ട് അക്സെപ്റ്റ് വാട്ട് യു സേ, എനിക്ക് നീ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല, തീർത്തും ഡിസഗ്രി ചെയ്യാൻ അല്ലെ. എന്താണ്? വി കനോട്ട് അക്സെപ്റ്റ്, എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, വാട്ട് യു സെഡ്, നീ പറയുന്നത്. ഓക്കെ. ഇവിടെ എന്താണ്? എക്സ്ക്യൂസ് മീ വി ഡിസഗ്രി വിത്ത് യു, എനിക്ക് എക്സ്ക്യൂസ് മീ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ ഡിസഗ്രി ചെയ്യുന്നു അല്ലെ. അപ്പൊ ഫോർമലും ഇൻഫോർമലും ഞാൻ പറഞ്ഞ പോലെ ഫോർമൽ എന്ന് പറയുമ്പോൾ വളരെ എളിമയും ബഹുമാനവും വളരെ റെസ്പെക്റ്റും എല്ലാം കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർമൽ യൂസ് ചെയ്യുക. ഓക്കെ. അധികം നമുക്ക് അടുപ്പമുള്ള ആളുകളായിക്കൊള്ളണം എന്നില്ല. വളരെ റെസ്പെക്ട് അർഹിക്കുന്ന ഒരുപാട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫോർമൽ അധികം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് വളരെ അടുപ്പമുള്ള ആളുകളോട്, ഫ്രണ്ട്സ്, നമ്മുടെ അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ഇങ്ങനെയുള്ള ആളുകളോട് യൂസ് ചെയ്യുമ്പോഴാണ് ഇൻഫോർമൽ. അതിൽ ഒരുപാട് ബഹുമാനം വരുന്നില്ലെങ്കിൽ കൂടെ അതിൽ നമ്മുടെ ആ സംസാരം നമുക്ക് അതിൽ ഓൾറെഡി അവരോടുള്ള ആ സ്നേഹത്തിന്റെ ഒരു ബഹുമാനം ഉണ്ടാവും. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ അത് അത്ര ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ?
So then next, now complete the following conversation between Mr. and Mrs. John and Dr. Cronin using formal expression. സ്വാഭാവികമാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസും ജോണും ഡോക്ടർ ക്രോണിനും തമ്മിൽ വലിയ പരിചയമുള്ള പണ്ടത്തെ ആ ഒരു ഇതുള്ളൂ. അപ്പൊ ആ ഒരു റെസ്പെക്ട് ഉണ്ട് അല്ലെ. അപ്പൊ അവരത് വെറും ഫോർമൽ ആയിട്ടുള്ള സംസാരമാണ് അല്ലെ. അപ്പൊ ഫോർമൽ ആയിട്ടുള്ള യൂസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതൊന്ന് നോക്കാം. ജോൺ പറയാണ്, എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. അതന്നെ ഒരു ഫോർമുല അല്ലെ. ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പൊ ഡോക്ടർ ക്രോണിൻ പറയാണ്, ഓഫ് കോഴ്സ് മേ ഐ നോ, ഓഫ് കോഴ്സ് മേ ഐ നോ. അതൊക്കെ ഫോർമൽ ആയിട്ടുള്ള യൂസ് ആണ് കേട്ടോ. അപ്പൊ മിസ്റ്റർ ജോൺ പറയാണ്, ഐ എം ജോൺ, യു സേവ്ഡ് മീ ഫ്രം ഡെത്ത് 25 years ago. എന്നെ നിങ്ങൾ 25 വർഷങ്ങൾക്ക് മുമ്പ് മരണത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. ഐ ആം അഫ്രൈഡ് യു മേ നോട്ട് റിമെമ്പർ മീ. ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾ എന്നെ പരിചയമില്ല എന്ന് പറയുമോ എന്ന്, എന്നെ നിങ്ങൾ ഓർമ്മയില്ല എന്ന് പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഡോക്ടർ ക്രോണിൻ പറയാണ്, ഓ നൗ ഐ റിമെമ്പർ യു, ഓ നൗ ഐ റിമെമ്പർ യു, ഓ എനിക്ക് നിങ്ങളെ ഇപ്പോൾ ഓർമ്മ വന്നു. മിസ്റ്റർ ജോൺ, ബൈ ദ വേ മേ ഐ ടേക്ക് ദ പ്രിവിലേജ് ഓഫ് ദ ഇൻട്രൊഡ്യൂസിംഗ് മൈ വൈഫ്. ഞാൻ നിങ്ങളെ എന്റെ വൈഫിനെ പരിചയപ്പെടുത്താനുള്ള പ്രിവിലേജ് എടുത്തോട്ടെ. ഇതൊക്കെ വളരെ പൊളൈറ്റ് ആയിട്ട് ഇങ്ങനെ ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. ഞാൻ എന്റെ ഭാര്യയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കോട്ടെ എന്ന് ചോദിക്കാണ്. അപ്പൊ ഡോക്ടർ കോണി, ഷുവർ, ഗുഡ് മോർണിംഗ് മിസ്സസ് ജോൺ. ഷുവർ, ഉറപ്പായിട്ടും അല്ലെ, ഗുഡ് മോർണിംഗ് മിസ്സസ് ജോൺ അല്ലെ, പരിചയപ്പെടാൻ കേട്ടോ. അപ്പോൾ മിസ്സസ് ജോൺ പറയാണ്, ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഇറ്റ് ഈസ് വെരി കൈൻഡ് ഓഫ് യു, ഐ വുഡ് ലൈക്ക് ടു സീ അഗൈൻ അല്ലെ. ഇതൊക്കെ വളരെ ഫോർമൽ ആയിട്ടുള്ള യൂസ് ആട്ടോ. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ലക്കി ടു സീ അഗൈൻ, നിങ്ങളെ വീണ്ടും കാണാൻ പറ്റുന്ന ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ് അല്ലെ. ഡോക്ടർ ക്രോണിൻ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ അല്ലെ. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നന്നായിട്ടിരിക്കുന്നു എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങളിപ്പോ സുഖമായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊക്കെ ഫോർമൽ ആയിട്ടുള്ള യൂസുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, മിസ്റ്റർ ജോൺ, ബൈ God's grace now we feel happiness and satisfaction in our life അല്ലെ. ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ എന്തുണ്ട്? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഈ ഒരു കൂടിക്കാഴ്ച കൊണ്ടും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ? Then activity 2. If you spare a few minutes with me, I can convey the message. എന്റെ കൂടെ കുറച്ച് സമയം നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ മെസ്സേജ് തരാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. If the sergeant refused to oblige the young man would go to the prison അല്ലെ. അത് അവരാ ഒബ്ലിഗേഷൻസ് നിയമങ്ങളൊക്കെ അതിനനുസരിച്ച് അത് ചെയ്യാൻ അവര് ഇതാവുകയായിരുന്നെങ്കിൽ, ആ പോലീസുകാരൻ ചെയ്തില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ യങ് മാൻ എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരുമായിരുന്നു. ഇഫ് ഐ ഹാഡ് പ്രിപ്പയർഡ് വെൽ അല്ലെ, നീ അത് നന്നായിട്ട് പ്രിപ്പയർഡ് ചെയ്തിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് പെർഫോംഡ് വെൽ ഇൻ സ്റ്റേജ് അല്ലെ. നിനക്ക് നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്നു. മക്കളെ, ഇവിടെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇത് പ്രസന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്, ഇത് പാസ്റ്റ് ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഹാഡ് വന്നിട്ടുണ്ട്. അപ്പോ കണ്ടോ, ഹാഡ് പ്രിപ്പയർഡ് അല്ലെ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസും ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. സ്പെയർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ലേ, അത് പ്രസന്റ് തന്നെയാണ്. റെഫ്യൂസ്ഡ് ഇവിടെ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ. ഇതോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലെ. നോക്കാം, ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാൻ യു സ്പ്ലിറ്റ് ദ അബോവ് സെന്റൻസ് ഇൻടു 2? ഈ മുകളിൽ കാണുന്ന സെന്റൻസ് നിങ്ങൾക്ക് രണ്ടാക്കാൻ കഴിയും. രണ്ടായിട്ട് തന്നെയാണ് അല്ലെ മക്കളെ ആ സെന്റൻസ് കിടക്കുന്നത് അല്ലെ. ഇവിടെ ഇങ്ങനെ കോമ ഇട്ടിട്ട് രണ്ടായിട്ട് തന്നെ കിടക്കാം. യെസ്, നമുക്ക് സാധിക്കും. Is there a subject and a verb in both part? അല്ലെ, അതിൽ ഓരോന്നിലും നിങ്ങൾക്ക് സബ്ജക്റ്റും വെർബും കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ട് അല്ലെ. നിങ്ങൾ നോക്കിയേ, രണ്ടിൽ നിങ്ങൾക്ക് സബ്ജക്റ്റിനും വെർബും കാണാൻ കഴിയുന്നില്ലേ? ഉണ്ട് കേട്ടോ, ഇതിലും ഉണ്ട്. ഈ ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് സബ്ജക്റ്റും വെർബും ഉണ്ട്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സെന്റൻസിൽ നിങ്ങൾക്ക് സബ്ജക്റ്റും അതുപോലെ ക്രിയയും വെർബും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. ദെൻ വാട്ട് വിൽ യു കോൾ ദ 2 parts വിത്ത് വെർബ് ഇൻ ഈച്ച് ഓഫ് ദം അല്ലെ. ഇങ്ങനെ ഒന്നിൽ രണ്ട്, ഈ ഒരു സെന്റൻസിൽ ഇങ്ങനെ ഇവിടെ മുതൽ ഒരു സെന്റൻസും ഇവിടെ മുതൽ ഒരു സെന്റൻസും, അങ്ങനെ രണ്ടിലും നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? 2 പാർട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോൾ
നിങ്ങൾ അതിനെ എങ്ങനെ വിളിക്കും എന്നാണ് ചോദിക്കുന്നത്. 2 parts ഓഫ് ദ വെർബ്സ് ഇൻ ഈച്ച് വരുമ്പോൾ ഇതിലും രണ്ട് വെർബ്സ് ഫ്രേസ് വരുമ്പോൾ നിങ്ങൾ അതിന് എന്ത് വിളിക്കും? അതിന് നമ്മൾക്ക് വെർബ് ഫ്രേസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. രണ്ടിലും വെർബുകളും അതിന്റെ ഫ്രേസും വരുമ്പോണ്ട്. അപ്പൊ നമ്മൾ അതിന് വെർബ് ഫ്രേസ് എന്നാണ് വിളിക്കുന്നത്. ഐഡന്റിഫൈ ദ വെർബ് ഫോംസ് ആൻഡ് ടെൻസസ് ഇൻ ബോത്ത് പാർട്ട് ഓഫ് ദ സെന്റൻസ്. അല്ലെ, ആ 3 സെന്റൻസിലെയും വെർബ് ഫ്രേസും അത് ഏതാണ് ടെൻസ് എന്നുള്ളതും പറയാനാണ്. നോക്കാം. ഫസ്റ്റ് ടെൻഡൻസ് അല്ലെ, ഐഡന്റിഫൈ ദ വെർബ് ഫോം ആൻഡ് ടെൻസസ് ഇൻ ബോത്ത് പാർട്ട് ഓഫ് ദി സെന്റൻസ് അല്ലെ. ഫസ്റ്റ് സെന്റൻസിൽ വരുന്ന വെർബുകൾ ഏതൊക്കെയായിരുന്നു? സ്പെയർ ചെയ്യുക, അതുപോലെ കൺവേ ചെയ്യുക, മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളതും കൂടെ പ്രസന്റ് ആണ്. നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത് സ്പെയർ, കൺവേ, ഇത് രണ്ടും പ്രസന്റ് ഫോം തന്നെയാണ്. വെർബിന്റെ പ്രസന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ഫോം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. ഓക്കെ, ദെൻ റെഫ്യൂസ്ഡ് വുഡ് അല്ലെ. റെഫ്യൂസ്ഡ് കണ്ടോ, ഇഡി കാണുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താണ്? പാസ്റ്റ് ഫോം ആണ്. വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്. അപ്പൊ എന്താണ്? അതിൽ കണ്ടിട്ട് വന്നിട്ടുള്ള 2 വെർബും എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ദെൻ ഹാഡ് പ്രിപ്പയർഡ്, ഹാവ് പെർഫോംഡ് അല്ലെ. ഹാഡും ഹാവും, ഹാസും ഹാവും ഹാഡൊക്കെ എങ്ങനെയാ വരിക? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലെ. അപ്പൊ എന്താണ്? ഹാവ് അല്ല ഹാഡ് കേട്ടോ. അപ്പൊ ഹാഡ് പ്രിപ്പയർഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ പെർഫെക്റ്റ് ടെൻസുകളാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? Now complete the following sentence suitably. അല്ലെ, കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം അതിന്റെ കൂടെ പെൻസിൽ കൊണ്ട് നിങ്ങൾ അതിന്റെ ആൻസർ എഴുതിയെടുക്കുക കേട്ടോ. ഇഫ് യു ഹാഡ് ഇനഫ് മണി യു കുഡ് ബൈ എ കാർ. നിനക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? നിനക്കൊരു കാർ വാങ്ങാമായിരുന്നു അല്ലെ. കാർ വാങ്ങാമായിരുന്നു എന്നർത്ഥത്തിൽ. ഐ വിൽ കം ഇഫ് യു ഇൻവൈറ്റ് മീ. നീ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരും അല്ലെ. നീ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വരും. ഐ വിൽ കം, ഞാൻ വരും. ഓക്കെ. ഇഫ് യു ഹാഡ് ഇൻഫോം മീ, നീ എന്നെ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് അറ്റൻഡ് ദ പാർട്ടി. ഞാൻ ആ പാർട്ടി അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഓക്കെ. ഇഫ് ഷീ കംസ് ഐ ഷാൽ ഗീവ് ഹർ എ ഗിഫ്റ്റ് അല്ലെ. അവൾ വരികയാണെങ്കിൽ, അവൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇഫ് ഷീ കംസ്, അവൾ വരികയാണെങ്കിൽ ഐ ഷാൽ ഗീവ് ഹർ എ ഗിഫ്റ്റ്, ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. ഇഫ് ഷീ ഹാഡ് നോൺ അബൌട്ട് ഇറ്റ് he would have informed them അല്ലെ. if he had known about it, അവനെ അതിനെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ he would have informed them, അവരോട് അതിനെ കുറിച്ച് അവൻ ഇൻഫോം ചെയ്തേനെ. if they try they would pass അല്ലെ. അവര് ശ്രമിക്കായിരുന്നെങ്കിൽ അവര് പാസ്സാവും. ഓക്കെ, ഇത്രയാണ് ആക്ടിവിറ്റീസ് വരുന്നത്. ഇനി ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.